പണിഷറിൻ്റെ വൺ ലാസ്റ്റ് കിൽ ഇപ്പോൾ റിലീസായിട്ടുണ്ട്. മാർവലിൻ്റെ ഒരു സ്പെഷ്യൽ പ്രസൻറ്റേഷനാണ്. ഇതിന് മുമ്പ് മാർവൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വെയർ വുൾഫ് ബൈ നൈറ്റും ദെൻ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയുടെ ഹോളിഡേ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞ് 2 സ്പെഷ്യൽസ് ഇറക്കിയിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ സ്പെഷ്യലാണ്. ഇതൊരു പ്രോപ്പർ സീരീസും അല്ല, എന്നൊരു സിനിമയല്ല. അതിൻ്റെ ഇടയിൽ നിൽക്കുന്നൊരു പരിപാടിയാണ്. ഒരു 40-45 മിനിറ്റ് മാത്രമേ ഇതിൻ്റെ റൺ ടൈം ഉള്ളൂ. ഒരു സ്പെഷ്യൽ പ്രസൻറ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഈ സീരീസിൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലിപ്പിൽ ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ സീസൺ 2 ഓഫ് ഡെയർ ഡെവിളിൽ നമ്മുടെ പണിഷറിനെ കണ്ടിട്ടില്ല. അതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് സീസണിൽ കണ്ടാണ്. അതിന് മുമ്പ് നമ്മൾ നെറ്റ്ഫ്ലിക്സിൻ്റെ സീരീസിൽ കണ്ടാണ്. നമ്മൾ ഡെയർ ഡെവിൾ ഈ ഒരു ക്യാരക്ടർ വന്നു പോകുന്നുണ്ട്. നമ്മുടെ ദെൻ പണിഷറിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള 2 സീസൺസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവർ ക്യാൻസൽ ചെയ്തു. സോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്കാറ്ററായി കിടക്കായിരുന്നു ഒരു ക്യാരക്ടർ. സോ ഈ ഒരു ക്യാരക്ടറിന്, ഈ ഒരു ഡെയർ ഡെവിൾ ബോണക്കിൻ്റെ സീസൺ 1 കഴിഞ്ഞിട്ട് ഈ ഒരു ക്യാരക്ടർ എവിടെയാണ്? ഇനിയിപ്പോൾ സ്പൈഡർമാൻ്റെ ബ്രാൻഡ് ന്യൂ ഡേയിൽ നമ്മൾ ഈ ഒരു ക്യാരക്ടറിനെ കാണാൻ പോകുന്നുണ്ട്. സോ ഇതിൻ്റെ രണ്ടിൻ്റെ ഗ്യാപ്പിൽ ഈ ഒരു ക്യാരക്ടർ എവിടെയായിരുന്നു, എന്താണ് ഈ ഒരു ക്യാരക്ടറിനെ സംഭവിച്ചിട്ടുള്ളത് എന്നതാണ് ഈ സീരീസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സിമ്പിൾ ത്രെഡാണ്. ഓൾറെഡി ആ ഒരു പണിഷറിന് ആ ഒരു സ്റ്റോറി അവിടെ എൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഹാൾട്ട് ചെയ്ത് നിൽക്കുകയാണ്. ആ ഒരു ക്യാരക്ടറിന് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ആ ഒരു വലിയ ആ ഒരു ഗുച്ചി ഫാമിലിയെ ഫുള്ളായിട്ട് ഈ പരിപാടി ഈ ചങ്ങായി മുഴുവനായിട്ട് അങ്ങോട്ട് തീർത്ത്. സോ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത ഫുൾ ഡിപ്രഷനിലുള്ള ആ ഒരു മെൻ്റൽ ട്രോമയിലും ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗണിലുള്ള ആ ഒരു ക്യാരക്ടർ തിരിച്ച് ഈ ഒരു വിജിലാൻറ്റി മോഡിലേക്ക് വരുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമുക്കിതിൽ കാണിച്ചു തരുന്നത്. ആൻഡ് അങ്ങനെ വന്നിട്ടുള്ള ഇപ്പോഴും സ്റ്റിൽ ആ ഒരു പണിഷറിന് സ്യൂട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ആ ഒരു ഫ്രാങ്കിനെയാണ് നമ്മളിപ്പോൾ ബ്രാൻഡ് ന്യൂ ഡേയുടെ ട്രെയിലറിൽ കാണുന്നത്. സോ അവിടെ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള സാധനമായിട്ട് തോന്നി. പക്ഷേ ഇതിന് മെയിൻ ഫോക്കസ് ഒരു സിമ്പിൾ ത്രെഡാണ്. ഇവർ പരിപാടി ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലാണ്. അങ്ങനെയുള്ള ക്യാരക്ടറിനെ തിരിച്ച് ആ ഒരു വിജിലാൻറ്റി മോഡിലേക്ക് കൊണ്ടുവരാൻ ഈ പഴയ ആ ഒരു പാസ്റ്റ് ലൈഫ് മൂപ്പര് തേടിയെത്തുന്നു. ആൻഡ് ഇത് ഇവർ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ ഈ റെയ്ഡ് പടമൊക്കെ അതിൻ്റെ ആ ഒരു ഫോർമാറ്റിലാണ്. ഇപ്പോൾ ഈ ജോൺ വിക്ക് പോലത്തെ ഒരു സെറ്റപ്പ്, അതിൻ്റെ കൂടെ ഒരു റെയ്ഡ് പടം കൂടി മിക്സ് ആക്കി എങ്ങനെ ഉണ്ടാവും. പാസ്റ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ തിരിച്ച് പഴയ പോലെ അതിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ആ ഒരു ക്രൈം ഓർഗനൈസേഷനിലേക്ക് തന്നെ തിരിച്ച് ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരുന്ന രീതിയിലുള്ളൊരു പരിപാടി. അതിൻ്റെ കൂടെ ഈ ഒരു ക്യാരക്ടർ ഒരു വലിയ അപ്പാർട്ട്മെൻറ്റിലാണ്. ഇപ്പോൾ നമ്മൾ റെയ്ഡ് പടത്തിലൊക്കെ കാണുന്ന ഒരു വലിയ ലോഡ്ജിലാണ്. സോ ചുറ്റിനും കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു ക്യാരക്ടറിന് പഴയ പാസ്റ്റ് ലൈഫിലുള്ള ഒരാൾ വന്നിട്ട് ഒരു ബൗണ്ടി പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു ക്യാരക്ടർ ഇവിടെ ഉണ്ട്, ഇന്ന ലൊക്കേഷനിലുണ്ട്, പോയി പിടിച്ച് എത്ര പേർക്ക് പൈസ എന്ന് പറഞ്ഞ്. സോ എല്ലാവരും നമ്മുടെ ജോൺ വിക്കിൻ്റെ മറ്റേ എക്സ് കമ്മ്യൂണിക്കേഡും ഇല്ല, അതേ സെറ്റപ്പ് തന്നെ. സോ എല്ലാവരും മൂപ്പരിങ്ങനെ കൊല്ലാൻ ചറവറാന്ന് വരികയാണ്. അങ്ങനെയുള്ള സമയത്ത് ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഇത് മൂപ്പർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ, ബാക്കിയുള്ളവർ മൂപ്പർ രക്ഷിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിച്ചു തരിക. ആൻഡ് ഒരു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും കണ്ടിരിക്കാൻ നല്ല എൻഗേജിങ് ആയിട്ട്, നല്ല ഈ ഇനീഷ്യലി ആ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ആക്ഷനാണ്, ഒരു പ്രോപ്പർ ആക്ഷൻ കാണിക്കുന്നത്. ഐ തിങ്ക് മാർവലിൽ നല്ലോണം ബ്ലഡ് കാണിച്ചിട്ടുള്ള ഒരു സീരീസുകളൊന്നായിരിക്കും ഇത്. ഇതുവരെ അങ്ങനെ ഫുൾ ലെങ്ത് സീരീസുകളോ സിനിമകളിലോ അതിങ്ങനെ കാണിക്കാറില്ല. എല്ലാം PG-13 എന്നൊക്കെ പറഞ്ഞിട്ട് പരിപാടി. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ മാർവലിൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഡെയർ ഡെവിളിൽ ഇറക്കാൻ നമ്മൾ ഫസ്റ്റ് സീസണിൽ കണ്ടതാണ്. ആ ഒരു ബ്ലഡ് ബാത്തുള്ള സാധനങ്ങളൊന്നും അവിടെ ഇല്ല. ഈ പണിഷർ എന്നുള്ളൊരു ക്യാരക്ടറിന് ബ്ലഡ് കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആ ഒരു ക്യാരക്ടർ ഇല്ല. ആ ഒരു ക്യാരക്ടറിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ബാക്കിയുള്ളവരെ പണിഷ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിൽ അത് പ്രോപ്പറായിട്ട് വെട്ടിപ്പായിട്ട് ഇവർ കാണിച്ചിട്ടുണ്ട്. ചോരക്കളാണ്, അർജം പുറജം കുത്തുന്നുണ്ട്. നമ്മുടെ ഈ ജോൺ വിക്കിൻ്റെ കുറേ സ്റ്റൈലുകളൊക്കെ ഉണ്ട്. ഈവൻ പെൻസിൽ വെച്ച് കുത്തിക്കൊല്ലുന്ന സീനുകളൊക്കെ ഉണ്ട്. സോ അങ്ങനത്തെ ഞാൻ ഇതിലെനിക്കൊരു ഒരു പ്രശ്നമായിട്ട് തോന്നി, ഇത് ഒരു ഒറ്റ ഷോട്ടിൽ മാത്രം ഇവർ ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് താഴേക്ക് ഈ ചങ്ങായിനെ എടുത്തിടുന്ന സമയത്ത് ഒരു വൃത്തികെട്ടൊരു CGI, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അത് ഒരു CGI ക്യാരക്ടറാണ് ഇങ്ങനെ വന്ന് വീഴുന്നുള്ളത്. ഒരു ഗെയിമിലൊക്കെ കാണില്ല, അതുപോലെ ആ ഒരു ഷോട്ടിൽ മാത്രമാണ് എനിക്കൊരു പ്രശ്നം തോന്നിയത്. ബാക്കിയെല്ലാം നല്ല പ്രോപ്പർലി നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു വയലൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാക്ട് സാധനം. പക്ഷേ കണ്ടപ്പോൾ ഇത് നല്ല എൻഗേജിങ് ആയിട്ട് ഇങ്ങനെ പോകുന്ന വഴിക്ക് പെട്ടെന്ന് തീർന്നു പോകും. നമ്മളൊന്ന് ആസ്വദിച്ച് വരുന്ന സമയത്ത് ഇപ്പോൾ റെയ്ഡ് നമ്മൾ കണ്ട് അതിനെ ഫസ്റ്റ് ഹാഫ് ആകുമ്പോഴേക്ക് പടം തീർന്ന് അങ്ങനെ ഉണ്ടാവും. ആ ഒരു സെറ്റപ്പാണ്. ഇത് ആകെ ഇത്ര റൺ ടൈം ഉള്ളൂ, ഒരു 40 മിനിറ്റ് ഉള്ളൂ. അതിലൊരു 20 മിനിറ്റോ 10 മിനിറ്റോ മാത്രമാണ് ഈ ആക്ഷൻ ബ്ലോക്ക് വരുന്നത്. അത് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തൊരു കുറച്ചും കൂടി ഒന്ന് കാണിക്കായിരുന്നു എന്ന് തോന്നി. കണ്ടപ്പോൾ നല്ല രസം, സംഭവം നല്ല മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. സോ കുറച്ചും കൂടി ഇവർക്ക് അടിപൊളിയായിട്ട് ചെയ്യായിരുന്നു. പക്ഷെ സ്റ്റിൽ ഒരു ഓക്കേഷ് സാധനമാണ്. എനിക്ക് ആ ഒരു പ്രോപ്പർ സാറ്റിസ്ഫാക്ഷൻ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ഈ സാധനം അടിപൊളിയായിരുന്നു. ഇത് കുറേയും കൂടി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അവർക്ക് കുറേ പ്രിമേഴ്സ് ഉണ്ടായിരുന്നു, കുറേ സ്പേസ് ഉണ്ടായിരുന്നു. ഈവൺ ആ ഒരു അപ്പാർട്ട്മെൻറ്റ് ഫുള്ളായിട്ട് വേണമെങ്കിൽ ഈ ക്യാരക്ടറിന് ഫ്ലോർ ബൈ ഫ്ലോർ കവർ ചെയ്തിട്ട് വേണമെങ്കിൽ താഴെ എത്തായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവർ പിടിച്ചിട്ടില്ല. ജസ്റ്റ് ചെറിയൊരു പ്ലോട്ടിൽ ചെറുതായിട്ടൊരു ടൈം ലിമിറ്റ് ഉള്ളൂ, അതിനുള്ളിൽ ഇത് പറഞ്ഞു തീർക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ സ്റ്റിൽ നല്ല എൻജോയബിൾ ആയിട്ടൊരു സാധനം തന്നെയാണ്, കണ്ടുവെക്കുക. ആൻഡ് ഈ ഒരു ഗ്യാപ്പ് ഇപ്പോൾ ഡെയർ ഡെവിൾ ബോണക്കിൽ ഈ ഒരു ക്യാരക്ടറിനെ കണ്ടു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ സെക്കൻഡ് സീസണിൽ ഞാൻ പറഞ്ഞ പോലെ കണ്ടിട്ടില്ല. സോ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയപ്പോഴുള്ള സാധനമായിട്ട് തോന്നി. ഇനിയിപ്പോൾ നമുക്ക് റിപ്രൈസിങ് ആയിട്ട് ഈ ഒരു ക്യാരക്ടർ നമ്മുടെ ബ്രാൻഡ് ന്യൂ ഡേയിൽ
ബ്രാൻഡിനോട് തന്നെയല്ലേ പേര്, അതെ, സ്പൈഡർമാൻ 4 വരുന്നുണ്ട് നമ്മുടെ ടോം ഹോളൻ്റെ. ഐ തിങ്ക് അടുത്ത മാസം, അല്ലെങ്കിൽ അല്ല ജൂലൈയിൽ, അതിൻ്റെ അടുത്ത മാസം. ആൻഡ് ആ പടത്തിൽ സർപ്രൈസിംഗ്ലി നമ്മുടെ ഈ ഡെയർ ഡബിൾ ബോൺ അഗൈൻ്റെ സീസൺ 2 ഈസ് എ ഗ്രേറ്റ് ഫിറ്റിംഗ് ടു ദാറ്റ് എന്ന് പറയാൻ. ആ പടത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഇപ്പോൾ ജയിലിനകത്തുള്ളൊരു സീക്വൻസുകളൊക്കെ ഉണ്ടല്ലോ. സോ അതിൽ ഈ ഡെയർ ഡബിളുമായിട്ട് കണക്റ്റ് ആവുമോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം. ഒരു ഒരു ഈസ്റ്റർ എഗ് പോലെ, അല്ലെങ്കിൽ ഒരു സാധനമായിട്ട് ഒരു ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. സോ ഒരു സ്മോൾ പ്രസൻറ്റേഷൻ എന്നുള്ള രീതിയിൽ ഒരു വട്ടം കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ പണിഷറിൻ്റെ വൺ ലാസ്റ്റ് കിൽ. ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ എല്ലാം ഈ പ്രസൻറ്റേഷൻസിലെല്ലാം അവർ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ഫുൾ ലെങ്ത് സീരീസിലൊന്നും ചെയ്യാൻ പറ്റാത്തത്. മറ്റേ ഷീഹൾക്കൊക്കെ നമുക്കറിയാമല്ലോ. ഇതുപോലെ നിങ്ങൾക്ക് മാർവലിനെ നിങ്ങൾ വിട്ടുപോയിട്ടുള്ള മറ്റ് പ്രസൻറ്റേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് ആയിട്ടാണ് ഇതുപോലത്തെ വേറെ ഇവരുടെ വെയർവുൾഫ് ബൈ നൈറ്റ്. ഹോളിഡേ സ്പെഷ്യൽ കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. വെയർവുൾഫ് ബൈ നൈറ്റ് പൊളി സാധനമാണ്. അത് വേറെ ലെവലായിട്ടാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. അത് മറ്റേ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡലുള്ള സാധനമാണ്, പക്ഷെ പൊളിയായിരുന്നു. സോ പണിഷറിനെ വൺ ലാസ്റ്റ് കിൽ കണ്ടവരുണ്ടെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ പ്രീമിയറിനെ അല്ലെങ്കിൽ ഈ സ്പെഷ്യൽ പ്രസൻറ്റേഷനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.